ഒരിടത്തൊരിടത്ത് കാട്ടിൽ നദീതീരത്ത് ഒരു വലിയ പേരാൽ മരച്ചുവട്ടിൽ ആചാര്യചാണക്യനും ചന്ദ്രഗുപ്തനും ഒന്നിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചന്ദ്രഗുപ്തൻ ചോദിച്ചു, ഗുരുദേവ, ഈ ലോകത്ത് ആരാണ് സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തത്? എല്ലാവരും കഠിനാധ്വാനം ചെയ്യുന്നു, സമ്പന്നനാകാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. പക്ഷേ ചിലർ കുറഞ്ഞ അധ്വാനത്തിലൂടെ സമ്പന്നരാകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ പാവപ്പെട്ടവൻ കഠിനാധ്വാനം ചെയ്യുന്നു, വിയർപ്പൊഴുക്കുന്നു, എന്നിട്ടും അവന് ഒരിക്കലും സമ്പന്നനാകാൻ കഴിയുന്നില്ല. അധ്വാനം കൊണ്ട് മാത്രം പണം സമ്പാദിക്കാൻ കഴിയുമോ? സമ്പന്നനാകാൻ കഴിയുമോ? ചാണക്യൻ പുഞ്ചിരിച്ചു. നൂറ്റാണ്ടുകളുടെ നീതിശാസ്ത്ര രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു തേജസ് അദ്ദേഹത്തിന്റെ കണ്ണുകളിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചന്ദ്രഗുപ്ത, ജീവിതത്തിൽ എപ്പോഴും ഒരു കാര്യം ഓർക്കുക, കഴുതയും അധ്വാനിക്കുന്നുണ്ട്, കഴുതയും വലിയ ഭാരം ചുമക്കുന്നു, രാപ്പകൽ കഷ്ടപ്പെടുന്നു. എന്നാൽ കഴുതയെപ്പോലെ അധ്വാനിക്കുന്ന മനുഷ്യൻ എപ്പോഴും ദരിദ്രനായി തന്നെ തുടരും. ബുദ്ധിമാനായവന്റെ അടുത്തേക്ക് മാത്രമേ ലക്ഷ്മി വരൂ. ഒരു വ്യക്തി സമ്പന്നനാകുന്നത് അധ്വാനം കൊണ്ടല്ല, തന്റെ ബുദ്ധി കൊണ്ടാണ്. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായാൽ ആ ദിവസം ലോകം തന്നെ മാറിമറിയുമെന്ന് കരുതുക. എല്ലാം ബുദ്ധിയുടെ കളിയാണ്. യാഥാർത്ഥ്യത്തിൽ സമ്പന്നനാകാൻ അധ്വാനത്തിന് 1% പോലും പങ്കില്ല. കാരണം കൂലിവേലയും സ്വന്തം തലച്ചോറ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കാത്തവരുടെ പങ്ക് മാത്രമാണ് അധ്വാനം. നീ സമ്പന്നനാകാനുള്ള വഴിയിലാണെങ്കിൽ ആദ്യം നീ ഈ ശാരീരിക അധ്വാനം ഉപേക്ഷിക്കണം. നിന്റെ തലച്ചോറിനെ എങ്ങനെ ജോലി ചെയ്യിക്കാം എന്നതിനെക്കുറിച്ച് നീ ചിന്തിക്കണം. അപ്പോൾ ചന്ദ്രഗുപ്തൻ പറഞ്ഞു, ഹേ ഗുരുദേവ, ദയവായി ഇന്നീ കാര്യങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് പറഞ്ഞു തന്നാലും. ചാണക്യൻ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, ശരി, ഇന്ന് ഞാൻ നിനക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിനാൽ ചന്ദ്രഗുപ്ത, നീ എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. നമസ്കാരം സുഹൃത്തുക്കളെ, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ചാണക്യനീതിയുടെ രഹസ്യങ്ങൾ ഈ വീഡിയോയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാണക്യനീതി ഇഷ്ടമാണെങ്കിൽ കമന്റിൽ ചാണക്യനീതി എന്നെഴുതുക. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നുണ്ടെന്നും അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഇപ്പോൾ ചാണക്യൻ ചന്ദ്രഗുപ്തനെ നോക്കി പറഞ്ഞു, നിനക്ക് അധ്വാനത്തിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. സമ്പന്നനാകാൻ അധ്വാനിക്കേണ്ടതുണ്ട്, പക്ഷേ ആ അധ്വാനത്തിന്റെ രീതി അല്പം വ്യത്യസ്തമായിരിക്കും. ഇന്ന് ഞാൻ നിനക്ക് അതാണ് മനസ്സിലാക്കിത്തരാൻ പോകുന്നത്. ഓർക്കുക, എന്റെ ഈ വാക്കുകൾ നിന്റെ ജീവിതകാലം മുഴുവൻ ഉപകാരപ്പെടും. ചന്ദ്രഗുപ്ത, സമ്പത്തിന്റെ ദേവിയായ ലക്ഷ്മിയെ ആകർഷിക്കാൻ ഞാൻ നിനക്ക് 7 നിയമങ്ങൾ പറഞ്ഞുതരാം. അത് നൂറ്റാണ്ടുകളായി രാജാക്കന്മാരെ ചക്രവർത്തിമാരും ദരിദ്രരെ സമ്പന്നരുമാക്കിയിട്ടുണ്ട്. ഈ നിയമങ്ങൾ അധ്വാനത്തെയല്ല, ബുദ്ധിയെയാണ് ആരാധിക്കുന്നത്. ഓരോ നിയമത്തോടൊപ്പവും അത് വിശദീകരിക്കുന്ന ഒരു ചെറിയ കഥയും ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഈ വാക്കുകൾ നിന്റെ തലവര മാറ്റാൻ പോകുന്നവയാണ്. നിയമം നമ്പർ 1, ലക്ഷ്മി ബുദ്ധിയുടെ ദാസിയാണ്, അധ്വാനത്തിന്റെയല്ല. ചാണക്യൻ പറഞ്ഞു, ആദ്യത്തെ നിയമം ഇതാണ്: ലക്ഷ്മി ബുദ്ധിയുടെ ദാസിയാണ്, അധ്വാനത്തിന്റെയല്ല. തന്റെ തലച്ചോറുപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നവൻ, എപ്പോൾ ആർക്കുവേണ്ടി എത്രത്തോളം കഠിനാധ്വാനം ചെയ്യണമെന്ന് അറിയുന്നവൻ, അവന് മാത്രമേ ലക്ഷ്മിയെ സ്വന്തമാക്കാൻ കഴിയൂ. വെറുതെ അധ്വാനിക്കുന്നതുകൊണ്ട് മാത്രം ലക്ഷ്മി വരില്ല. നീതിയിലൂടെ അധ്വാനത്തിന് ദിശാബോധം നൽകുക, അപ്പോൾ മാത്രമേ അത് ഫലം നൽകൂ. ദിശാബോധമില്ലാത്ത അധ്വാനം കാറ്റിൽ പറക്കുന്ന കടലാസുതുണ്ട് പോലെയാണ്. അതൊരുപാട് കറങ്ങും, പക്ഷേ എങ്ങുമെത്തില്ല. തുടർന്ന് ചാണക്യൻ ഒരു ചെറിയ കഥ പറഞ്ഞു. ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു. പേര് ഹരിയ. ഹരിയ രാപ്പകൽ പാടത്ത് വിയർപ്പൊഴുക്കിയിരുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ കലപ്പയുമായി ഇറങ്ങും. വൈകുന്നേരം വരെ വിളവെടുക്കും. പക്ഷേ എല്ലാ വർഷവും അവന്റെ കൃഷി ഉണങ്ങിപ്പോകുമായിരുന്നു. കാരണം അവന് കാലാവസ്ഥയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്നു. അയൽവാസിയായ മറ്റൊരു കർഷകൻ മൂല കുറച്ചു മാത്രമേ അധ്വാനിച്ചിരുന്നുള്ളൂ. അവൻ വർഷത്തിൽ 2 തവണ മാത്രമേ പാടത്ത് പോയിരുന്നുള്ളൂ. ഒരിക്കൽ വിതയ്ക്കാൻ, രണ്ടാമത് കൊയ്യാൻ. പക്ഷേ മൂല കാലാവസ്ഥയുടെ സൂചനകൾ മനസ്സിലാക്കിയിരുന്നു. മേഘങ്ങളുടെ ദിശ, കാറ്റിന്റെ ഗതി, മണ്ണിന്റെ ഈർപ്പം, എപ്പോഴാണ് മഴ പെയ്യുകയെന്നും ഏതു വിളയാണ് ഇറക്കേണ്ടതെന്നും അവനറിയാമായിരുന്നു. ഫലം, ഹരിയയുടെ പാടം തരിശായി കിടന്നപ്പോൾ മൂലയുടെ പാടം സ്വർണം പോലെ തിളങ്ങി. ഒരു ദിവസം ഹരിയ മൂലയോട് ചോദിച്ചു, സഹോദരാ, നീ കുറഞ്ഞ പണിയേ എടുക്കുന്നുള്ളൂ, എന്നിട്ടും നിന്റെ ധാന്യങ്ങൾ വിപണിയിൽ പെട്ടെന്ന് വിറ്റുതീരുന്നു. മൂല ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹരിയ, നീ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ബുദ്ധിയില്ലാതെ. ഞാൻ എന്റെ അധ്വാനത്തിന് ദിശാബോധം നൽകുന്നു. കഥ അവസാനിപ്പിച്ചുകൊണ്ട് ചാണക്യൻ പറഞ്ഞു, നോക്കൂ ചന്ദ്രഗുപ്ത, ഹരിയയെപ്പോലെ ഭൂരിഭാഗം ആളുകളും അധ്വാനിക്കുന്നു, എന്നാൽ ബുദ്ധിയില്ലാതെ. ബുദ്ധി എന്നാൽ എന്താണ്? ബുദ്ധി എന്നത് വെറും പുസ്തകപ്പുഴുവല്ല, മറിച്ച് പ്രായോഗികമായ അറിവാണ്. ഉദാഹരണത്തിന്, നീ ഒരു കടക്കാരനാണെങ്കിൽ വെറുതെ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെയല്ല, മറിച്ച് ഉപഭോക്താവിന്റെ ആവശ്യം മനസ്സിലാക്കുന്നതിലൂടെയാണ് പണം വരുന്നത്. വിപണിയിൽ മഞ്ഞുകാലമാണെന്ന് കരുതുക. ഒരു കടക്കാരൻ കമ്പിളി വസ്ത്രങ്ങൾ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബുദ്ധിമാനായ കടക്കാരൻ കാണുന്നത് ആളുകൾ ചായക്കടകളിലേക്ക് കൂടുതലായി വരുന്നതാണ്. അതിനാൽ അവൻ ഒരു ചായക്കട തുടങ്ങുന്നു. കുറഞ്ഞ അധ്വാനം, കൂടുതൽ വരുമാനം. ബുദ്ധിയിലുള്ള നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപമെന്ന് ചാണക്യനീതി പറയുന്നു.
നിയമം നമ്പർ 2. സമ്പത്ത് നേടുന്നതിനു മുൻപ് സ്വയം നിയന്ത്രിക്കുക. ചന്ദ്രഗുപ്ത, എന്റെ വാക്കുകൾ കേൾക്കൂ. ഒരു വന്യമൃഗത്തെ ബന്ധിക്കുന്നതിനു മുൻപ് സ്വയം ശക്തനാകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നതുപോലെ രണ്ടാമത്തെ നിയമം ഇതാണ്. സമ്പത്ത് ലഭിക്കുന്നതിനു മുൻപ് ക്ഷമയും സൽസ്വഭാവവും വളർത്തിയെടുക്കുക. സമ്പത്ത് വരുന്നതിനു മുൻപേ സ്വന്തം ആഗ്രഹങ്ങളുടെ വലയിൽ പെട്ടുപോകുന്ന മനുഷ്യന് ഒരിക്കലും സമ്പത്ത് നിലനിർത്താൻ കഴിയില്ല. ആത്മനിയന്ത്രണത്തിന്റെ ദീപം തെളിഞ്ഞു നിൽക്കുന്നിടത്ത് മാത്രമേ ലക്ഷ്മീദേവി വസിക്കുകയുള്ളൂ. നിയന്ത്രണമില്ലാത്ത സമ്പത്ത് പ്രലോഭനങ്ങളുടെ തിരമാലകൾ ഒരു നിമിഷം കൊണ്ട് തകർത്തെറിയുന്ന മണൽക്കൊട്ടാരം പോലെയാണ്. അല്ലയോ രാജകുമാര, നിന്റെ രാജ്യം ഒരു വലിയ വൃക്ഷമാണെന്ന് സങ്കൽപ്പിക്കുക. വേരുകൾ ദുർബലമാണെങ്കിൽ എത്ര വെള്ളമൊഴിച്ചാലും അത് ഉണങ്ങിപ്പോകും. സമ്പത്തിനെ പോഷിപ്പിക്കുന്ന വേരുകളാണ് നിയന്ത്രണം. നിയന്ത്രണം എന്നതിനർത്ഥം ആഗ്രഹങ്ങളുടെ മേൽ വിജയം നേടുക എന്നതാണ്. ഒരു യോദ്ധാവ് ശത്രുവിനുമേൽ വിജയം നേടുന്നതുപോലെ മനുഷ്യന്റെ മനസ്സ് ഒരു കുതിരയാണെന്ന് പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ അത് കുതിരയെ എങ്ങോട്ട് കൊണ്ടുപോകും? യാതൊരു നിശ്ചയവുമില്ല. സമ്പത്തിന്റെ കാര്യത്തിൽ ഈ കടിഞ്ഞാൺ 3 തലങ്ങളിൽ ബന്ധിക്കണം: ശാരീരികം, മാനസികം, സാമ്പത്തികം. അനാവശ്യമായ ഭക്ഷണത്തിൽ നിന്നോ വിശ്രമത്തിൽ നിന്നോ ശരീരത്തെ സംരക്ഷിക്കുക എന്നതാണ് ശാരീരിക നിയന്ത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു രാജാവ് ദിവസവും അമിതഭക്ഷണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവന്റെ ശക്തി ക്ഷയിക്കുകയും ഭരണകാര്യങ്ങളിൽ ക്ഷീണമനുഭവപ്പെടുകയും ചെയ്യും. നിയന്ത്രണത്തിലൂടെ ശരീരം ആരോഗ്യത്തോടെയിരിക്കുന്നു, അത് പ്രവർത്തിക്കാനുള്ള ശക്തി നൽകുന്നു. കോപവും അത്യാഗ്രഹവും നിയന്ത്രിക്കുന്നതാണ് മാനസിക നിയന്ത്രണത്തിന്റെ രൂപം. കോപത്തിലെടുക്കുന്ന തീരുമാനം യുദ്ധത്തിലെ ആവേശകരമായ ആക്രമണം പോലെയാണ്, പലപ്പോഴും വിനാശകരമാണ്. ചന്ദ്രഗുപ്ത, ഓർക്കുക, നിന്റെ കോപം ഇളകുമ്പോൾ ദീർഘമായി ശ്വാസമെടുത്ത് ചിന്തിക്കുക. ഈ തീരുമാനം സമ്പത്ത് വർദ്ധിപ്പിക്കുമോ അതോ കുറയ്ക്കുമോ? സാമ്പത്തിക നിയന്ത്രണമാണ് ഏറ്റവും സൂക്ഷ്മമായത്. ഓരോ ചെലവിനു മുൻപും ചോദിക്കുക, ഇത് അത്യാവശ്യമാണോ? പണം വെറുതെ പാഴാക്കുന്നത് ലക്ഷ്മിയെ അപമാനിക്കുന്നതാണ്. നിയമം നമ്പർ 3. പണം ചെലവാക്കുന്ന തന്ത്രം സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ്. ചന്ദ്രഗുപ്ത, പണത്തിന്റെ ആത്മാവായ 3ാമത്തെ നിയമം ഇപ്പോൾ കേൾക്കുക. പണം സമ്പാദിക്കുന്നത് ഒരു കലയാണ്. വേട്ടക്കാരൻ അമ്പെയ്യുന്നതുപോലെ, എന്നാൽ അത് സംരക്ഷിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് നയതന്ത്രജ്ഞതയാണ്. കിട്ടുന്നിടത്തൊക്കെ പണം ചെലവാക്കുന്നവൻ ലക്ഷ്മിയെ അപമാനിക്കുന്നു. ദേവി ഉടൻ തന്നെ സ്ഥലം മാറ്റുന്നു. ചെലവുകൾക്കായി ഒരു പ്ലാൻ ഉണ്ടാക്കുക. രാജ്യത്തെ ഖജനാവ് സൂക്ഷിപ്പുകാരൻ കണക്കുകൾ സൂക്ഷിക്കുന്നതുപോലെ ഓരോ സ്വർണ്ണനാണയത്തിന്റെയും കണക്ക് സൂക്ഷിക്കുക. അല്ലയോ രാജകുമാര, സമ്പത്തൊരു അഗ്നിയാണെന്ന് സങ്കൽപ്പിക്കുക. അനിയന്ത്രിതമായി കത്തിച്ചാൽ അതെല്ലാം ചുട്ടരിക്കും. ആസൂത്രണം ചെയ്താൽ അത് വെളിച്ചം നൽകും. സമ്പാദിക്കുന്നതിനേക്കാൾ വലുതാണ് ചെലവാക്കുന്ന തന്ത്രം. കാരണം വരുമാനം ക്ഷണികമാണ്, എന്നാൽ ചെലവ് നിയന്ത്രിക്കുന്നത് ശാശ്വതമായ സമൃദ്ധി കൊണ്ടുവരുന്നു. ഇതിന്റെ വേരുകൾ പുരാതന അർത്ഥശാസ്ത്രത്തിലുണ്ട്. ആസൂത്രിതമായ ചെലവ് മാത്രമാണ് സമ്പത്ത് വർദ്ധിക്കാൻ കാരണം എന്ന് കൗടില്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രഗുപ്ത, ചെലവിന്റെ തന്ത്രത്തെ 4 ഭാഗങ്ങളായി തിരിക്കുക: അത്യാവശ്യം, ആഗ്രഹം, സമ്പാദ്യം, ദാനം. ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ളതാണ് അത്യാവശ്യ ചെലവുകൾ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ആഗ്രഹങ്ങൾക്കായുള്ള ചെലവുകൾ സന്തോഷത്തിനാണ്, പക്ഷേ അത് പരിമിതമായിരിക്കണം. സമ്പാദ്യം സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ളതാണ്. ദാനം ലക്ഷ്മിയെ പ്രസാദിപ്പിക്കാനുള്ളതാണ്. നിന്റെ വരുമാനം 10 നാണയങ്ങളാണെങ്കിൽ 4 അത്യാവശ്യങ്ങൾക്കും 3 ആഗ്രഹങ്ങൾക്കും 2 സമ്പാദ്യത്തിനും 1 ദാനത്തിനും ഉപയോഗിക്കുക. ഈ തന്ത്രം സമ്പത്തിനെ അപമാനിക്കപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. നിയമം നമ്പർ 4. സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. ഹേ ചന്ദ്രഗുപ്ത, എന്റെ പ്രിയ ശിഷ്യ, സമയത്തിന്റെ മഹത്വം പാടുന്ന 4ാമത്തെ നിയമത്തിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ നിയമം ഒരു രാജാവിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം മാത്രമല്ല, മറിച്ച് ഓരോ മനുഷ്യനും വിലപ്പെട്ട അറിവിന്റെ ഖജനാവാണ്. സമയം വെറുതെ കളഞ്ഞവൻ അസംഖ്യം സ്വർണ്ണ നാണയങ്ങൾ നഷ്ടപ്പെടുത്തി. സമയത്തെ ശരിയായി ഉപയോഗിക്കുന്നവൻ മാത്രമാണ് ലക്ഷ്മിയെ ആകർഷിക്കുന്നത്. കാരണം മടിയന്മാരുടെ വാസസ്ഥലത്തുനിന്ന് ദേവി ഓടിയകലുന്നു. ഓരോ നിമിഷവും ഓരോ അവസരമാണ് വിത്ത് പാകാനുള്ള സമയം പോലെ. അല്ലയോ രാജകുമാര, സമയം പണത്തേക്കാൾ വിലപ്പെട്ടതാണ്. കാരണം പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം, എന്നാൽ സമയം ഒരിക്കൽ പോയാൽ തിരികെ വരില്ല. പുരാതന വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും വേരുകളിൽ നിന്നാണ് ഈ നിയമം ഉടലെടുത്തത്. അവിടെ സമയത്തെ ബ്രഹ്മത്തിന്റെ രൂപമായി കണക്കാക്കുന്നു. എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ തുല്യമായി 24 മണിക്കൂർ ലഭിക്കുന്നു. ഒരു സമ്പന്നനായ വ്യാപാരിക്ക് 24 മണിക്കൂറുണ്ട്. ഒരു പാവപ്പെട്ട യാചകനും 24 മണിക്കൂറുണ്ട്. വ്യത്യാസം എവിടെയാണ്? വ്യത്യാസം ഉപയോഗത്തിലാണ്. പാവപ്പെട്ട യാചകൻ തന്റെ 24 മണിക്കൂർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നു. റോഡിലിരുന്ന് അനാവശ്യ ചിന്തകൾ, തെറ്റായ കൂട്ടുകെട്ടുകളിൽ സമയം പാഴാക്കൽ, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളിൽ മുഴുകൽ. എന്റെ വിധി മോശമാണ്, അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യാനെന്ന് അവൻ ചിന്തിക്കുന്നു. എന്നാൽ ഒരു ധനികൻ, വിജയശ്രീലാളിതനായ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു വ്യാപാരി തന്റെ 24 മണിക്കൂർ ബിസിനസ്, തൊഴിൽ, ഉൽപ്പാദനപരമായ കാര്യങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവെക്കുന്നു. അവൻ രാവിലെ എഴുന്നേറ്റ് പദ്ധതികൾ തയ്യാറാക്കുന്നു, പകൽ ജോലി ചെയ്യുന്നു, വൈകുന്നേരം ചിന്തിക്കുന്നു. ഇതാണ് വ്യത്യാസം. ഒരു വശത്ത് നാശം, മറുവശത്ത് സമൃദ്ധി.
സമയത്തിന്റെ ശരിയായ ഉപയോഗം ബുദ്ധിയെ കൂർമ്മമാക്കുന്നു. നീ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്തുമ്പോൾ തീരുമാനങ്ങൾ വേഗത്തിലാകും. രാജ്യഭരണത്തിൽ 1 മിനിറ്റ് വൈകിയാൽ ശത്രുവിന് അത് മുതലെടുക്കാൻ കഴിയും. നിയമം നമ്പർ 5. ബുദ്ധിയിലുള്ള നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപം. ഹേ ചന്ദ്രഗുപ്ത, എന്റെ പ്രിയ ശിഷ്യ, ബുദ്ധിയുടെ മഹത്വം വിളിച്ചോതുന്ന 5ാമത്തെ നിയമത്തിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ നിയമം പണം സമ്പാദിക്കാനുള്ള രഹസ്യം മാത്രമല്ല, ജീവിതത്തിന്റെ യഥാർത്ഥ സമൃദ്ധിയുടെ അടിസ്ഥാനം കൂടിയാണ്. പണം വസ്തുക്കളിൽ നിക്ഷേപിക്കരുത്, മറിച്ച് ബുദ്ധിയിൽ നിക്ഷേപിക്കുക. അറിവ് വർദ്ധിക്കുന്നത് സമ്പത്തിനെ ആകർഷിക്കുന്നു. അല്ലയോ രാജകുമാര, ബുദ്ധിയിലുള്ള നിക്ഷേപമാണ് സമ്പത്തിന്റെ യഥാർത്ഥ ഉറവിടം. കാരണം ബുദ്ധിമാനായവൻ അവസരങ്ങളെ തിരിച്ചറിയുന്നു, അപകടങ്ങളെ ഒഴിവാക്കുകയും തീരുമാനങ്ങളിലൂടെ വിജയം നേടുകയും ചെയ്യുന്നു. പുരാതന ഗ്രന്ഥങ്ങളിൽ വിദ്യാപരമം ധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിദ്യയാണ് ഏറ്റവും വലിയ ധനം. ഉപനിഷത്തുകളിൽ നിന്നാണ് ഈ വാക്യം എടുത്തിട്ടുള്ളത്. അവിടെ വിദ്യയെ ഒരിക്കലും മോഷ്ടിക്കപ്പെടാത്തതും നശിച്ചുപോകാത്തതുമായ സ്ഥിരമായ സമ്പത്തായി കണക്കാക്കുന്നു. അല്ലയോ ചന്ദ്രഗുപ്ത, നിന്റെ രാജ്യം ഒരു വലിയ മരമാണെന്ന് സങ്കൽപ്പിക്കുക. പോഷണം നൽകുന്ന വേരുകളാണ് ബുദ്ധി. വേരുകളില്ലാത്ത മരം വീണുപോകുന്നു. ബുദ്ധിയിലുള്ള നിക്ഷേപം എന്നതിനർത്ഥം പണം ആഭരണങ്ങളിലോ കൊട്ടാരങ്ങളിലോ പോലെയുള്ള വസ്തുക്കളിലല്ല, മറിച്ച് അറിവിലാണ് നിക്ഷേപിക്കേണ്ടത് എന്നാണ്. സ്വർണം മാത്രം വാങ്ങുന്ന വ്യാപാരി അപകടത്തിൽപ്പെടുന്നു. എന്നാൽ ബുദ്ധിയിൽ നിക്ഷേപിക്കുന്നവൻ വിപണിയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നു. ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൃത്യമാണ്. ഉപദേശമില്ലാതെ യുദ്ധം ചെയ്യുന്ന രാജാവ് പരാജയപ്പെടുന്നു. എന്നാൽ വിക്രമാദിത്യനെ പോലെയുള്ള പണ്ഡിതനായ രാജാവ് ബുദ്ധിയിലൂടെ സാമ്രാജ്യം വികസിപ്പിച്ചു. നിത്യജീവിതത്തിൽ കാലാവസ്ഥയെക്കുറിച്ച് അറിവുള്ള ഒരു കർഷകൻ വിളവ് വർദ്ധിപ്പിക്കുന്നു. പ്രതിവിധി ലളിതമാണ്. ഗ്രന്ഥങ്ങൾ വായിക്കുക, അർത്ഥശാസ്ത്രം, നീതിശാസ്ത്രം ഗുരുവിൽ നിന്നും പഠിക്കുക, പണ്ഡിതന്മാരെ സഭയിലേക്ക് ക്ഷണിക്കുക. ചന്ദ്രഗുപ്ത, രാജ്യത്തും ബുദ്ധിമാന്മാരായ ഉപദേശകർ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. സമ്പദ്വ്യവസ്ഥ മനസ്സിലാക്കുന്ന ഒരു ഉപദേശകൻ നികുതികൾ ശരിയായി ചുമത്തുന്നു. പഞ്ചമ നിഗമനം: ബുദ്ധിയെ നിന്റെ സമ്പത്താക്കുക. ബുദ്ധിയെ നിന്റെ സമ്പത്താക്കുക. ഈ വാക്യം വെറുമൊരു ഉപദേശമല്ല, മറിച്ച് പുരാതന കാലം മുതൽ ആധുനിക യുഗം വരെ വിജയിച്ച ഓരോ പുരുഷന്റെയും അടിസ്ഥാനമായിരുന്ന ഒരു മന്ത്രമാണ്. അല്ലയോ രാജകുമാര, ബുദ്ധിയിലുള്ള നിക്ഷേപമാണ് ഏറ്റവും വലുത്. ഇത് സ്വീകരിക്കുക, സമ്പത്ത് വരും. ജയിക്കട്ടെ സങ്കൽപ്പിക്കുക. ചന്ദ്രഗുപ്ത, സ്വർണത്തിന്റെയും വെള്ളിയുടെയും നദികളൊഴുകുന്ന ഒരു രാജ്യം. ഖജനാവിന്റെ മതിലുകൾ ഉയരമുള്ളിടത്ത്. എന്നാൽ ഭരണാധികാരിയുടെ മനസ്സ് അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് എപ്പോഴെങ്കിലും നിലനിൽക്കാൻ കഴിയുമോ? ആ സമ്പത്ത് എപ്പോഴെങ്കിലും സന്തോഷത്തിന് കാരണമാകുമോ? ഹേ സുഹൃത്തേ, യഥാർത്ഥ സമ്പത്ത് നിന്റെ തലച്ചോറിലെ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. അറിവിന്റെ കലവറ, വിവേകത്തിന്റെ വെളിച്ചം, ബുദ്ധിയുടെ തിളക്കം. ഈ സമ്പത്ത് മോഷണം പോകില്ല, നശിക്കില്ല, കാലത്തിനനുസരിച്ച് വാടിപ്പോകുകയുമില്ല. അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു വിത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ശാഖകളായി പടർന്നു പന്തലിക്കുന്ന ഒരു പേരാൽ മരം പോലെ. ബുദ്ധിയെ സമ്പത്താക്കുക എന്നതിനർത്ഥം ഓരോ നിമിഷത്തെയും ഒരു നിക്ഷേപ അവസരമായി കാണുക എന്നതാണ്. ഓരോ പുസ്തകവും വായിക്കുക, ഓരോ അനുഭവത്തിൽ നിന്നും പഠിക്കുക, ഓരോ തെറ്റും ഒരു പാഠമാക്കുക. ഇതാണ് പലിശയ്ക്ക് മേൽ പലിശ നൽകുന്ന നിക്ഷേപം. ഇപ്പോൾ ചിന്തിക്കുക, ബുദ്ധി വെറും പുസ്തകപരിജ്ഞാനമാണോ? അല്ല ചന്ദ്രഗുപ്ത, ബുദ്ധി എന്നത് മനസ്സിനെ ജ്വലിപ്പിക്കുന്ന, തീരുമാനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന, ജീവിതത്തിലെ സങ്കീർണതകളെ ലളിതമാക്കുന്ന ജ്വാലയാണ്. പുരാതന ഋഷിമാർ പറഞ്ഞിരുന്നു, വിദ്യാവിനയം ദദാതി, അറിവ് വിനയം നൽകുന്നുവെന്ന്. എന്നാൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ബുദ്ധിയെ സ്വീകരിക്കുക എന്നതിനർത്ഥം നിരന്തരം പഠിക്കുക എന്നാണ്. വാളെടുക്കാൻ സമർത്ഥനായ എന്നാൽ തന്ത്രങ്ങൾ അറിയാത്ത ഒരു യോദ്ധാവിനെ സങ്കൽപ്പിക്കുക. അവനൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ബിസിനസ്സിൽ പണം സമ്പാദിച്ചാൽ മാത്രം പോരാ, അതിനെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യാനും വളർത്താനും സംരക്ഷിക്കാനുമുള്ളതാണ് യഥാർത്ഥ കല. അല്ലയോ ചന്ദ്രഗുപ്ത, നിന്റെ രാജ്യം മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രതീകമാണ്. വിശാലവും ശക്തവും, എന്നാൽ അതിന്റെ അടിത്തറ ബുദ്ധിയിലാണ് കുടികൊള്ളുന്നത്. ചാണക്യനെപ്പോലുള്ള ഒരു ഗുരു പഠിപ്പിച്ചത് ഇതാണ്: ബുദ്ധിയുമായി ചേർന്നു നിൽക്കുക, അപ്പോൾ സമ്പത്ത് സ്വയം നിന്റെ ദാസനാകും. ഈ നിഗമനത്തിൽ നാം ചില ആഴത്തിലുള്ള കാര്യങ്ങൾ സ്പർശിക്കും. അത് നേരിട്ടുള്ളതായി തോന്നില്ലെങ്കിലും യഥാർത്ഥ സമ്പത്ത് നിന്റെ തലച്ചോറിലാണ് കുടികൊള്ളുന്നത് എന്ന അതേ സത്യത്തിലേക്കെത്തിക്കും. നിന്റെ മനസ്സ് ശരിയായ ദിശയിലാണെങ്കിൽ, വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും വേരുകൾ ആഴത്തിലുള്ളതാണെങ്കിൽ, സമൃദ്ധി നിന്നെ പിന്തുടരും. നിനക്കൊരിക്കലും ദരിദ്രനാകാൻ കഴിയില്ല. കാരണം ദാരിദ്ര്യമെന്നത് പുറമേയുള്ള ആഭരണങ്ങളുടെ അഭാവമാണ്, അല്ലാതെ ആന്തരിക വെളിച്ചത്തിന്റേതല്ല. വരൂ, നമുക്ക് ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കാം. ഉത്ഭവസ്ഥാനത്ത് നിന്ന് കടലിലേക്ക് ഒഴുകുകയും ഓരോ തീരത്തെയും സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു നദിയെപ്പോലെ. നിയമം നമ്പർ 6: അവസരങ്ങൾ തിരിച്ചറിയുന്നവനാണ് സമ്പന്നനാകുന്നത്. ഹേ ചന്ദ്രഗുപ്ത, എന്റെ പ്രിയ ശിഷ്യ, അവസരങ്ങളുടെ അവബോധമുണർത്തുന്ന 6ാമത്തെ നിയമത്തിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ നിയമം സമ്പത്ത് നേടുന്നതിനുള്ള താക്കോലാണ്. ഇത് ജാഗ്രത പഠിപ്പിക്കുന്നു. അവസരങ്ങൾ കാണുക, തിരിച്ചറിയുക, അത് പിടിച്ചെടുക്കുക. അവസരങ്ങളെ മുതലാക്കുന്നവനാണ് ലക്ഷ്മിയുടെ നാഥനാകുന്നത്. അല്ലയോ രാജകുമാര, അവസരങ്ങൾ ജീവിതത്തിന്റെ വിത്തുകളാണ്.
അവ വിതച്ചാൽ വനം വളരുന്നു, അല്ലാത്തപക്ഷം അത് മരുഭൂമിയായി തുടരും. പുരാതന നീതിയിൽ അവസരം സമയത്തിന്റെ സമ്മാനമാണ്. ഹേ ചന്ദ്രഗുപ്ത, അവസരങ്ങൾ തിരിച്ചറിയുക എന്ന ആശയം വേദങ്ങളിൽ നിന്നാണ് ഉടലെടുത്തത്. ഋഗ്വേദത്തിൽ സമയത്തെ ചഞ്ചലവും പിടിക്കാൻ കഴിയുന്നതുമായ ഒരു മൃഗമായി വിശേഷിപ്പിച്ചിരിക്കുന്നു. കാലം ഒരു മൃഗമാണ്, അതായത് സമയം പിടികൂടേണ്ട ഒരു മൃഗമാണ്. അല്ലാത്തപക്ഷം അത് വഴുതിപ്പോകും. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് അവസരങ്ങൾ ക്ഷണികമാണ് എന്നാണ്. കാട്ടിൽ കുതിച്ചുപായുന്ന ഒരു വന്യമൃഗത്തെപ്പോലെ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് കൈവിട്ടുപോകും. ഉപനിഷത്തുകളിൽ അവസരത്തെ ഒരു സംയോഗമായി കണക്കാക്കുന്നു. സിദ്ധിയിലേക്ക് നയിക്കുന്ന ആ സംയോഗം അവിടെ ദേവനും മനുഷ്യനും കണ്ടുമുട്ടുന്നു. ഇവിടെ അവസരം വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് കർമ്മത്തിന്റെയും ഭാഗ്യത്തിന്റെയും സംഗമമാണ്. ചാണക്യനീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, വ്യവസായത്തിലൂടെ കാര്യങ്ങൾ സാധിക്കുന്നുവെന്നും വ്യവസായമാണ് അവസരങ്ങൾ തിരിച്ചറിയുന്നതിന്റെ ആദ്യപടിയെന്നും. നിയമം നമ്പർ 7, പണം തടഞ്ഞു നിർത്താനുള്ള കല പഠിക്കുക. ഹേ ചന്ദ്രഗുപ്ത, എന്റെ പ്രിയ ശിഷ്യ, സമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ സൂക്ഷ്മമായ കല വെളിപ്പെടുത്തുന്ന 7ാമത്തെ നിയമത്തിൽ നാം ഇപ്പോൾ എത്തിയിരിക്കുന്നു. വരുമാനത്തിന്റെ തിളക്കത്തിനപ്പുറം സമ്പത്തിന്റെ സ്ഥിരതയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ നിയമം. കാരണം സമ്പാദിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അത് നിലനിർത്താൻ വലിയ ബുദ്ധി ആവശ്യമാണ്. പണം സംരക്ഷിക്കാനുള്ള കല പഠിക്കുക. അല്ലയോ രാജകുമാര, ഈ കല വൈവിധ്യത്തിലാണ് കുടികൊള്ളുന്നത്. ഒരിടത്തു മാത്രം വെക്കരുത്, മറിച്ച് ഒന്നിലധികം സ്രോതസ്സുകളിലായി വിഭജിക്കുക. അങ്ങനെ ഒന്നിലുണ്ടാകുന്ന നഷ്ടമെല്ലാം നശിപ്പിക്കാതിരിക്കാൻ. പുരാതന അർത്ഥശാസ്ത്രത്തിൽ സംരക്ഷണമാണ് വളർച്ചയുടെ അടിസ്ഥാനം. സമ്പത്ത് പല വഴികളിലൂടെ സംരക്ഷിക്കണമെന്ന് ഞാൻ തന്നെ കൗടില്യ അർത്ഥശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. കാരണം ഒരൊറ്റ വാതിലിലൂടെ തീപിടിച്ചാൽ എല്ലാം കത്തിനശിക്കും. സാഹിത്യപരവും സൈദ്ധാന്തികവുമായ പശ്ചാത്തലം മുതൽ പ്രായോഗിക നടപടികൾ വരെ നമുക്കിതിനെക്കുറിച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാം. ഒരു രാജ്യസഭാപതിയുടെ പ്രസംഗം പോലെ ഞാനിത് വിശദമായി മനസ്സിലാക്കിത്തരാം. അതുവഴി നിന്റെ ഹൃദയവും ബുദ്ധിയും ഇതിൽ ലയിച്ചു ചേരുകയും രാജ്യഭരണത്തിൽ ഈ കലയുടെ യജമാനനാകുകയും ചെയ്യും.